എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആകെ വിഷമിച്ച് നിന്ന അനിക്ക് ധൈര്യമൊക്കെ കൊടുത്ത് ആദർശ് പറയുന്നുണ്ട്, നീ ആത്മാർത്ഥമായിട്ട് ആ സ്ഥാനത്തിരിക്കണം, നിൻ്റെ കഴിവ് മൊത്തം പുറത്തെടുക്കണം, മുത്തശ്ശന് ഇനിയും ടെൻഷനൊന്നും കൊടുക്കരുത്, മുത്തശ്ശന് വിഷമം തോന്നാത്ത രീതിയിൽ നല്ല രീതിയിൽ നീ അവിടെ ഒരു MD ആയിട്ട് കാര്യങ്ങളെല്ലാം നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ഭയങ്കര വിഷമമാണ് അനിക്ക്. അന്നേരം അജയൻ പറയുന്നുണ്ട്, എടാ രാമായണത്തിലെ പല കഥകളും നീ കേട്ടിട്ടില്ലേ, അവിടെ ശ്രീരാമന് വേണ്ടി രാജ്യം ഭരിച്ച ഭരതനെ പോലെ തന്നെ ആയിക്കോട്ടെ നിൻ്റെയും കാര്യം. നിൻ്റെ ഏട്ടൻ എന്തെങ്കിലും തിരിച്ചു വരുമ്പം നീ ആ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി, നീ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. ഇതിനിടയ്ക്ക് ജയൻ ചോദിക്കുന്നുണ്ട്, നീ പുറത്ത് നിന്ന് ഫൈറ്റ് ചെയ്യും എന്ന് പറഞ്ഞാണല്ലോ വീട്ടിൽ നിന്ന് പോകുന്നത്, എന്നിട്ട് എന്തായി എന്ന്. എന്നിട്ട് ആദർശൊന്നും പറയില്ല കേട്ടോ, ഇങ്ങനെ ചുമ്മാ നോക്കി നിൽക്കുക. അന്നേരം അജയൻ പറയും, എടാ ഞങ്ങളുടെ എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ നീ പറയണം കേട്ടോ, ഞങ്ങളെക്കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ചെയ്തു തരാമെന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെയല്ല ഇപ്പോൾ സഹായിക്കേണ്ടത്, ഇവനെയാണ്. ഇവൻ ആ ഒരു സീറ്റിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സഹായം കൂടി വേണം. നല്ല രീതിയിൽ ആ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇവൻ കമ്പനിയെ നല്ല രീതിയിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ശത്രു ആരാണ് എന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ആ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന് പറയുന്നുണ്ട് ആദർശ്. ഏതായാലും അനുഗ്രഹമൊക്കെ മേടിച്ച് അനി പുറത്തേക്ക് പോകുന്നു. അത് കഴിയുമ്പം ജയൻ നയനോട് പറയുന്നുണ്ട്, ശരീരമൊക്കെ നോക്കിക്കോണം, ഒരുപാട് അലച്ചിലിനൊന്നും നിന്നേക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് അവരങ്ങ് പോകുന്നു. പോയി കഴിഞ്ഞ് നയന ആദർശനോട് പറയുവാണ്, നമുക്കൊന്ന് അമ്പലത്തിൽ പോകണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പൂജാമുറി കയറി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, എങ്കിലും അമ്പലത്തിൽ പോയി ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണം, അവന് നല്ല രീതിയിൽ കമ്പനിയെ നയിക്കാൻ സാധിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുമ്പം ആദർശ ആയിക്കോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാട്ടോ അനി ആ സ്ഥാനത്തേക്ക് എത്തുന്നതുകൊണ്ട്. ആദർശ് പറയുന്നുണ്ട്, എന്തെങ്കിലും ഞാൻ തിരിച്ചു ചെല്ലുവാണെങ്കിൽ അന്ന് അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. വെറും 6 ബ്രാഞ്ചുകൾ നോക്കിയിരുന്നവനാണ് ഇപ്പോൾ കമ്പനി ഏറ്റെടുക്കാൻ പോകുന്നത്. ഇത്തിരി റിസ്ക്കാണ്, എങ്കിലും അവൻ അവിടെ വിജയിക്കുമെന്ന് എനിക്കറിയാമെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ഏതായാലും അവിടുന്ന് പോരുന്ന അനിയും ജയനും അജയനും മൂർത്തി ജ്വല്ലറിയിൽ ചെല്ലുന്നു. അവരുടെ മെയിൻ ബ്രാഞ്ചിൽ ചെല്ലുന്നു. MDയുടെ ക്യാബിനിൽ കയറുന്നു. അവിടെ ഇരിക്കാൻ പറയുമ്പോഴും സീറ്റിലിരിക്കാൻ പറയുമ്പോഴും എനിക്ക് ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പം അജയൻ ചോദിക്കും, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, നിന്നോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ എന്ന്. അന്നേരം ആ ഇരിക്കുന്ന സീറ്റിലൊന്ന് തൊട്ട് തൊഴുതിട്ട് അനി അവിടെ ഇരിക്കുവാണ്. എന്നിട്ട് പറയും, ഏട്ടൻ ഒരു വലിയ യാത്രയ്ക്ക് പോയേക്കുവാണ്, ആ യാത്ര കഴിഞ്ഞ് ഏട്ടൻ തിരിച്ചു വരുമെന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതിനുശേഷം ഏട്ടൻ തിരിച്ചു വന്നതിന് ശേഷം എന്നെ ഇവിടെ ഇരിക്കാൻ ആരും നിർബന്ധിച്ചേക്കരുത് എന്ന് പറയുമ്പം, ഇല്ല അന്നേരം എന്താ വെച്ചാൽ നിൻ്റെ ഇഷ്ടത്തിന് ചെയ്തു എന്ന് അവർ പറയുന്നുണ്ട്. ഏതായാലും ബെസ്റ്റ് വിഷസൊക്കെ പറഞ്ഞ് അവരങ്ങ് പോകുന്നു. പോയി കഴിയുമ്പോഴത്തേക്കും അനിയെ വീഡിയോ കോൾ വിളിക്കുവാണ് ജാനകിക്ക് ഭയങ്കര സന്തോഷം. മകൻ MD കസേരയിൽ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയാണ് വീഡിയോ കോൾ വിളിക്കുന്നത്. ഫോൺ എടുത്തിട്ട്, അമ്മ എന്തിനാണ് എന്നെ പോയി വിളിച്ചതെന്ന് ഇത്തിരി ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത് അനി. അന്നേരം ജാനകി, നീ ആ സീറ്റിലിരിക്കുന്ന കാണാനുള്ള കൊതി കൊണ്ടല്ലേ, ഒന്ന് ഞാൻ കണ്ണിറിച്ച് കാണട്ടേടാ എന്ന് പറയുമ്പം, ആ അമ്മ കണ്ണ് നിറച്ചങ്ങ് കാണുക, എനിക്കിവിടെ ഇരുന്നിട്ടാണെങ്കിൽ ഉറക്കുന്നില്ല, ആ ഒരു അവസ്ഥയിലാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ ഇത്തിരി ഇഷ്ടക്കേടോടെ അനി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജലജ വരുന്നത്. അന്നേക്കും ജാനകി, കണ്ടോ ജലജെ, അവൻ MD കസേരയിൽ ഇരിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് ജലജേനെയും വിളിച്ച് കാണിക്കുന്നതേക്കും ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. അനി ഫോൺ അങ്ങ് കട്ട് ചെയ്യും. അയ്യോ അവൻ കട്ട് ചെയ്തു എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, കട്ട് ചെയ്തോട്ടെ, ഏതായാലും ആ കസേരയിൽ അവൻ എത്തിച്ചേർന്നല്ലോ, അത് ഏതായാലും നന്നായി. ഇനി നിനക്ക് നല്ല പവറായിരിക്കും. മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MDയുടെ അമ്മയാണ്, ആ പവറോട് കൂടി നീ ഇനി സംസാരിക്കണം, ആരുടെ മുമ്പിൽ നീ അങ്ങനെ താന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ ജലജ പറയുവാണ്, ഇനി തൊട്ട് നീ പ്രാർത്ഥിക്കേണ്ടത് ആദർശം നയനയും ഇങ്ങോട്ട് തിരിച്ചു വരാതിരിക്കാനാണ്. ആദർശം അവൻ്റെ മുത്തച്ഛനും തമ്മിലുള്ള ആ വെറുപ്പും ദേഷ്യമൊന്നും പിണക്കോ ഒന്നും ഇനി ഒരിക്കലും മാറില്ലേ എന്ന് നീ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ, അയ്യോ അങ്ങനെ പ്രാർത്ഥിച്ചാൽ മോശമല്ലേ എന്ന് ജാനകി ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട്, ഒരു മോശമില്ല, പുരാണത്തിൽ പോലും എന്നും മക്കളുടെ സ്ഥാനം മെച്ചപ്പെടുത്താനേ എല്ലാവരും നോക്കിയിട്ടുള്ളൂ, ആ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയത്തില്ലേ, അതുകൊണ്ടല്ലേ രാമൻ കാട്ടിൽ പോകേണ്ടി വന്നതും ഭരതന് സിംഹാസനം നേടിക്കൊടുത്തതും ഭരതൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ആ കഥ പിന്നെ എടുത്തിടുന്നുണ്ട്. ഏതായാലും അങ്ങനെ രാഷ്ട്രീയക്കാരും എല്ലാം ആരൊക്കെ അണികളായിട്ട് മുന്നിൽ നിന്ന് നയിക്കുകയും അടിപൊളിയും ഒക്കെ ചെയ്താലും അവരാരെയും നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നുണ്ടോ, സ്വന്തം മക്കളെയല്ലേ കൊണ്ടുവരുന്നുള്ളൂ, അതെല്ലാം മനസ്സിൽ വെച്ച് വേണം നീ ഇനി പെരുമാറാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ വിഷം ഇട്ട് കൊടുക്കും. അന്നേരം ജാനകി ഓർക്കും, ഓ ശരിയാണല്ലോ, ഇനി ഞാൻ എൻ്റെ മകനെ ബൂസ്റ്റ് ചെയ്യാനാണ് നിൽക്കേണ്ടത്, അവന് വേണ്ടിയാണ് ഓരോന്ന് സംസാരിക്കേണ്ടത് എന്നുള്ളൊരു തോന്നലിലേക്കൊക്കെ ജാനകി എത്തുന്നുണ്ട്. ജാനകി അതിനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പം ജലജ അങ്ങോട്ട് പോകും. എന്നിട്ട് ജലജ ഇങ്ങനെ മനസ്സിലോർക്കുക, ഇവളുടെ തലയ്ക്ക് അഹങ്കാരം മൂത്ത് അവൾ ആ താഴെ ഇരിക്കുന്നവളോട് അലമ്പുണ്ടാക്കണം, എന്നിട്ട് രണ്ടും തമ്മിൽ തല്ലി പിരിയണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് ജലജ മനസ്സിലോർക്കുന്നുണ്ട്.
പിന്നെ കാണിക്കുന്നത് നവ്യയാണ്. നവ്യയ്ക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അനി MD കസേരയിൽ ഇരുന്നതും MD ആയതും ഒന്നും. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ കിട്ടുമ്പം അനി MD കസേരയിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ കിട്ടുമ്പം തുള്ളിച്ചാടി അഭിയുടെ അടുത്തോട്ട് വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കുറച്ചു കാലം അധികാരം കിട്ടിയപ്പോഴേ നിന്നെ പുറത്താക്കിയവൻ ഇപ്പം സ്ഥിരമായിട്ട് മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MD ആയി. അവൻ എല്ലാം നേടിയെടുക്കുവാണ്. ഈ വീട്ടിലെ ഏറ്റവും വലിയ ചതിയൻ അവനാണ് എന്നൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട്, അത് ശരിക്കും അവൻ തന്നെയാണ്. കാരണം അവൻ ആഗ്രഹിച്ചതെല്ലാം അവൻ ഈ വീട്ടിൽ നിന്ന് നേടിയെടുത്തിട്ടുണ്ട്. അനാമികയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് അവൻ ആഗ്രഹിച്ചു. അവൻ അത് സാധിച്ചെടുത്തു. ഇനി ഡിവോഴ്സ് അത് വളരെ ഈസി ആയിട്ട് നടക്കും. അതുകൂടെ നടന്നു കഴിഞ്ഞാൽ മിക്കവാറും അവൻ ആ നന്ദുവിനെ ഇങ്ങോട്ട് വിവാഹം കഴിച്ചുകൊണ്ട് വരും. അതും നടക്കുന്നത് നമ്മൾ കാണേണ്ടി വരും എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. അന്നേരം അഭി പറയുന്നുണ്ട്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അവൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതിനു വേണ്ടിയാണ് നിന്നെ ഞാൻ AN ജ്വല്ലറി ആയിട്ട് മുട്ടിച്ചത്. ഇനി നീ അവിടെ കയറി പറ്റണം. അങ്ങനെ അവരോട് കൂറ് കാണിച്ച് അവർക്ക് വേണ്ടിയാണ് നമ്മളിനി പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഇവിടെ ഒട്ടി നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് നവ്യ പറയുന്നുണ്ട്. അന്നേരം അഭി പറയുന്നുണ്ട്, അതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ലല്ലോ എന്ന്. അന്നേരം നവ്യ പറയും, എന്തുകൊണ്ട് നടന്നുകൂടാ? അവർക്ക് അവരുടേതായ രീതിയിൽ ഓരോന്ന് ചെയ്യാമെങ്കിൽ നമുക്കും ചെയ്യാം. അനിയെ പിടിച്ച് MD കസേരയിൽ ഇരുത്തുന്നതിന് മുമ്പ് നിൻ്റെ മുത്തച്ഛൻ നിന്നെപ്പറ്റി ആലോചിച്ചില്ലല്ലോ. നീ എന്ന് പറയുന്ന ഒരു കൊച്ചുമകൻ ഇവിടെ ഉണ്ടെന്ന് പോലും അങ്ങേര് ചിന്തിച്ചില്ല. അങ്ങേര് ചെയ്ത ഏക നന്മ എന്ന് പറയുന്നത് ആദർശിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. അല്ലാതെ എന്താ അങ്ങേര് ചെയ്തിട്ടുള്ളത്? അതുകൊണ്ട് ഇനി ഇവർക്ക് വേണ്ടി നമ്മൾ വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ വഴി എന്നൊക്കെ പറഞ്ഞ് നവ്യ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ആദർശിനെയും കിരണിനെയും ഒക്കെയാണ്. അവർ വീണ്ടും AN ജ്വല്ലറിയിലേക്ക് പോകാൻ വേണ്ടി വേഷം കിട്ടിയേക്കുവാണ് ആദർശ്. അതിനിടയ്ക്ക് അവർ സംസാരിക്കുന്നുണ്ട്, അവർക്ക് എവിടെ നിന്നൊക്കെയാണ് സ്വർണം വരുന്നത്, മിക്കതും കള്ളക്കടത്ത് സ്വർണ്ണമാണ് എന്നാണ് തോന്നുന്നത് എന്നൊക്കെ സംസാരിക്കുന്നു. അതിനിടയ്ക്ക് കിരണിന് ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അന്നേരം ഏകദേശം ഒരു 25 ലക്ഷം രൂപ തരേണ്ട ഒരു സമയം വരുമ്പം അങ്ങേര് പറയുന്നത് പൈസയായിട്ട് തരാം, ചെക്കായിട്ട് തരാൻ പറ്റില്ല എന്ന്. അതായത് കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് കിരൺ സംസാരിക്കുന്നത്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാലും അവർ തരുന്നൊക്കെ നീ മേടിച്ചെടുക്കാൻ ശ്രമിക്കണം. അതിൽ നിന്നൊക്കെ നമുക്ക് ചിലപ്പം തെളിവ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ആദർശ് ഇന്നുകൂടെ അവിടെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം, കുറച്ചുകൂടി ഡീലിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അന്നേരം അയാളോ അതിന് എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടിയാലോ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അതുപോലെ അതിൻ്റെ കൂടെ ആദർശ് പറയുവാണ്, അന്ന് ഞാൻ അവിടെ ചെന്നപ്പം നവ്യയും അഭിയും അവിടെ കണ്ടു. മിക്കവാറും വീട്ടിലറിയാതെ അവൻ രഹസ്യമായിട്ട് AN ജ്വല്ലറിയിൽ ജോയിൻ ചെയ്തോ എന്നും അറിയത്തില്ല. വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അവൻ അറിയാലോ. അതുകൊണ്ട് ഏതായാലും ഇന്നും അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ എന്നറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നയന പറയുന്നുണ്ട്, ചേച്ചിയുടെ വിചാരം ചേച്ചി വലിയ സുന്ദരി ആയതുകൊണ്ടാണ് അവർ ചേച്ചീനെ അവിടെ മോഡലാക്കി എടുത്തത് എന്നാണ്. പക്ഷെ അതൊന്നും അല്ല, അതിന് പിന്നിൽ വേറെ പല കളികളും ഉണ്ടെന്ന് ചേച്ചിക്ക് മനസ്സിലാകില്ല എന്ന് പറയുമ്പം കിരൺ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ ചേച്ചിക്ക് വലിയ ബുദ്ധി വളർച്ചയൊന്നും ഇല്ലാത്തതാണ് എന്ന് കല്യാണി എപ്പോഴും പറയാറുണ്ട്. അവളിനി നന്നാവുമെന്ന് തോന്നുന്നില്ല എന്ന് കിരൺ പറയുമ്പം നയന പറയുവാണ്, ചേച്ചിക്ക് എത്ര പറഞ്ഞു കൊടുത്താലും കാര്യങ്ങളൊന്നും മനസ്സിലാവുകയില്ല. ചേച്ചി എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവളിനി നന്നാകുകയില്ല, അവളെ ഇനി നന്നാക്കാൻ ശ്രമിക്കേണ്ട. അവൻ്റെ കൂടെ കൂടി അവളും അങ്ങനെയായി. വല്ല നല്ലവനും ആയിരുന്നു അഭിയെങ്കിൽ വേണ്ടില്ലായിരുന്നു. എല്ലാ ഫ്രോഡ് തരവും എല്ലാ കൊള്ളരുതായ്മയും അവൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ ആദർശ് പറയുവാണ്. അത്രയും ഫ്രോഡ് തരവും കള്ളത്തരവും ഉള്ളവനെ ചേച്ചിയുടെ തലയെ കെട്ടിവെക്കാനാണ് നയന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ പറയുവാണ്, ഇനി ജീവിതകാലത്ത് നവ്യ നന്നാവില്ല എന്ന്. നവ്യ നന്നായി മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരുന്നതാണ്. ഇവരുടെ ഈ കുത്തിത്തിരിപ്പ് കാരണമാണ് നവ്യ വീണ്ടും ചീത്തയായത്. എന്നിട്ട് ഇപ്പോഴും നവ്യയുടെ പേരിലാണ് കുറ്റം പറയുന്നത്. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആദർശ് AN ജ്വല്ലറിയിലേക്ക് പോകുന്നു. കല്യാണിയുടെ അടുത്ത് ആക്കിയേക്കാൻ പറയുന്നുണ്ട് നയനെ. അവിടെ ചെന്ന് കഴിഞ്ഞ് ഡേവിഡുമായിട്ട് സംസാരിക്കുന്നുണ്ട്. വലിയ വലിയ ഡീലിങ്സൊക്കെയാണ് സംസാരിക്കുന്നത് ആദർശ്. സൗത്ത് ഇന്ത്യയിലെ വലിയ വലിയ ഡീലേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇവിടുന്ന് സ്വർണ്ണം എടുക്കുന്ന കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം മുകളിൽ ഒരു എമൗണ്ടിൽ നമുക്ക് ബിസിനസ് നടത്താൻ പറ്റുമെന്നൊക്കെ പറയുമ്പം ഡേവിഡും പറയുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെച്ചം സിംഗിനും ഉണ്ടാകുമെന്ന്. പിന്നെ ഡയമണ്ടും സാധനങ്ങളൊക്കെ എവിടെയാണ് എന്ന് കാണിച്ചു തരാൻ പറയുന്നു. പുതിയ ആഭരണങ്ങളൊക്കെ എവിടെയാണ് എന്ന് കാണിച്ചു തരാൻ പറയുന്നു. അതൊക്കെ കാണാനായിട്ട് പോവുകയാണ് ആദർശ്. ഇതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഡേവിഡിൻ്റെ നമ്പർ ഉണ്ടല്ലോ ഇവരുടെ കയ്യിൽ, ആ നമ്പർ വെച്ച്
സേവ്യർ എന്ന് പറയുന്ന ഒരാളോട് ആ കോളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. പക്ഷേ ഈ ഡേവിഡ് വിളിക്കുന്ന കോളൊന്നും ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താണ് എന്നറിയത്തില്ല. ഇനി അതിൻ്റെ അകത്ത് അവർ വേറെ എന്തെങ്കിലും കൊനഷ്ട ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോയെന്നും അറിയത്തില്ല എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം സേവ്യർ പറയുന്നുണ്ട് ഡേവിഡിനെ കുറിച്ച് നന്നായിട്ടൊന്ന് അന്വേഷിക്കണം, എന്നിട്ട് നമുക്ക് അവൻ്റെ പുറകെ തന്നെ പോകാം, അവൻ്റെ രഹസ്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താം എന്ന് പറയുന്നുണ്ട്. അന്നേരം കിരൺ പറയുന്നുണ്ട് അവരിങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പിന്നിൽ വേറെ ആരോ ഉണ്ട്, അയാളാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നയിക്കുന്നത്, അത് നമുക്ക് കണ്ടെത്തണമെന്ന് പറയുന്നു. അങ്ങനെ എയിൻ ജ്വല്ലറിയിലേക്ക് എയിൻ ജ്വല്ലറിയിലെ ഓരോ രഹസ്യങ്ങളും ഡേവിഡിൻ്റെ ഫോൺ കോളിലൂടെയും അതുപോലെ അഭിയുടെ ഫോൺ കോളിലൂടെയും അഭി ആരൊക്കെ വിളിക്കുന്നുണ്ട് എന്ന് ട്രാക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ അവർ തീരുമാനിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.